ഇന്ന് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 15 സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത സ്ട്രോബെറി നോക്കിയിട്ട് എടുക്കുക. സ്ട്രോബെറി ഒക്കെ കഴിക്കുന്ന സമയത്തും അതുപോലെ എന്തെങ്കിലും ഡിഷസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പ്രത്യേകം നന്നായിട്ട് കഴുകി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കുറച്ച് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ വിനിഗറും ചേർത്ത വെള്ളത്തിൽ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ മുക്കി വെച്ചതിന് ശേഷം പിന്നെ നന്നായിട്ട് കഴുകി എടുത്തിട്ട് വേണം കേട്ടോ സ്ട്രോബെറീസ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള സ്ട്രോബെറീസ് ആണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള സ്ട്രോബെറീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിവിടെ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 കപ്പ് പാല് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രീസറിൽ വെച്ചതാണ്. ഒരുപാട് കട്ടയായിട്ടില്ല, എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ കട്ടയായി തുടങ്ങുന്നുണ്ട്. കുറച്ച് വെള്ളവും കുറച്ച് കട്ടയായിട്ടാണ്. നിങ്ങൾക്ക് ഫുള്ളായിട്ട് നല്ല കട്ടയായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി കൂടെ തന്നെ നമുക്ക് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ എടുക്കുന്ന സ്ട്രോബെറിക്ക് അനുസരിച്ച് മധുരം കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യാം. ഒരുപാട് പുളിയുള്ള